ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് 500 മാല കെട്ടിട്ട് രേവതിയും സച്ചിയും കൂടി വണ്ടിയിൽ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് മണ്ഡപത്തിലേക്ക്. പക്ഷെ ആന്റണിയുടെ ആൾക്കാര് ആ മാല വണ്ടിയോടൊക്കെ കൊണ്ടുപോവുകയും പിന്നെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി അത് കണ്ടെത്തിയിട്ട് തിരികെ മണ്ഡപത്തിൽ ഏൽപ്പിച്ചിട്ട് പണം മേടിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ആ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. മാല കൊടുത്തതിന്റെ പണമൊക്കെ മേടിച്ചിട്ട് സച്ചിയും രേവതിയും കൂടി ആദ്യം ചേച്ചിമാരെ കാണാനാണ് കേട്ടോ ചെല്ലുന്നത്. അവരെ കണ്ട ഉടനെ തന്നെ പണം അവർക്ക് നേരെ നീട്ടുന്നുണ്ട്. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചതാണല്ലോ, അതിന്റെ ശമ്പളം കൊടുക്കുമ്പോൾ ചേച്ചിമാര് പറയുന്നത് സ്വന്തം വീട്ടില് ഞങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തിട്ട് ആരെങ്കിലും പണം മേടിക്കോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ചേച്ചിമാരെ അധ്വാനിച്ചതിന്റെ ശമ്പളം മേടിക്കണം. രേവതി ഞങ്ങൾ ആരും കാശിന് വേണ്ടിയിട്ടല്ല ജോലി ചെയ്തത്, രേവതി ഞങ്ങളുടെ വീട്ടിലെ മോളാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് സഹായം അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് നിങ്ങൾ എല്ലാവരും അധ്വാനിച്ചതാണ്, അതിന്റെ കാശ് തന്നില്ലെങ്കിൽ ശരിയല്ല ചേച്ചി. ഇങ്ങനെ കാശ് തന്നിട്ട് രേവതി ഞങ്ങളെ ആരും അന്യാക്കല്ലേ. ചേച്ചിമാരെ ബന്ധങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ജോലി ചെയ്തതിന് പണം മേടിച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? ഞങ്ങളതൊരു ജോലിയായിട്ട് കണ്ടിട്ടില്ല മോനെ. ഞങ്ങളുടെ വീട്ടിലെ ഒരു അനിയത്തിയും അനിയനെയും പോലെയാണ് സച്ചിയും രേവതിയും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തത് സന്തോഷാണ്. രേവതി എത്രയോ തവണ നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പൂവും കെട്ടി തന്നിട്ടുണ്ട്, അതിനൊക്കെ നീ പണം മേടിച്ചിട്ടുണ്ടോ? ശരിയാണ് ചേച്ചി, പക്ഷെ എത്ര മാല കെട്ടി അതിനുള്ള കൂലി ഞാൻ തന്നല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ അതൊന്നും വേണ്ട രേവതി, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടാൽ മതി ഞങ്ങൾക്ക്. എന്താ ചേച്ചി എനിക്ക് വേണ്ടിയിട്ടെങ്കിലും പണം മേടിക്കാൻ വേണ്ടി പറയുമ്പോ രേവതി ഞങ്ങൾ 1 രൂപ പോലും വാങ്ങില്ല, ഞങ്ങൾക്ക് നേരെ പണം നീട്ടിയിട്ട് ഞങ്ങളെ വിഷമിപ്പിക്കരുതെന്ന് പറയാണ് കേട്ടോ. എന്താ ചേച്ചിമാരെ ഇതെന്നൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ ഇത്രയും പണം സമ്പാദിച്ചത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ ഇങ്ങനത്തെ ബന്ധങ്ങളും നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ സമ്പാദിച്ചതാണ് ഞങ്ങൾക്ക് വലിയ കാര്യം. എന്താ സച്ചി ഇതൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നത്? മാലയെല്ലാം ഓക്കെ അല്ലേ രേവതി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചിയുടെ ഫോണിലേക്ക് മഹേഷ് വിളിച്ചിട്ട് ഓർഡർ കൊടുത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. തുടർന്ന് രേവതിയുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് വലിയ വലിയ ഓർഡറൊക്കെ കിട്ടുള്ളൂ, ആ കാശ് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ചേച്ചിമാരങ്ങനെ ചോദിക്കുന്ന സമയത്ത് രേവതി സച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രേവതി കുറച്ചും കൂടി കട്ടിയുള്ള ഒരു താലി മേടിച്ചോളാൻ വേണ്ടി ചേച്ചി പറയുമ്പോ അതൊന്നും വേണ്ട ചേച്ചി, എന്റെ മനസ്സിൽ വേറൊരു പ്ലാൻ ഉണ്ട്. വേറെ പ്ലാനൊന്ന് അവര് ചോദിക്കുമ്പോ സച്ചിയേട്ടന് ഒരു കാറ് മേടിച്ചു കൊടുക്കാന്നാ ഞാൻ വിചാരിക്കുന്നത്. വേണ്ടിട്ട് ഈ പണം മതിയാവോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെനിക്ക് അറിയില്ല, പക്ഷെ സച്ചിയേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പഴയതുപോലെ തന്നെ സച്ചിയേട്ടൻ കാർ ഓടിക്കുന്നത് എനിക്ക് കാണണം. ഇപ്പോ ഓട്ടോ ഓടിച്ചിട്ട് ബുദ്ധിമുട്ടുകയാണ്. തുടർന്ന് വീട്ടില് രവി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കേട്ടോ, ആകെ ടെൻഷൻ അടിച്ചിട്ട്. നിങ്ങൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ഇരുന്നൂടെ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ സച്ചി മാലയുമായിട്ട് അയച്ചിരിക്കുന്ന ആ വണ്ടി ആരോ എടുത്തോണ്ട് പോയിന്നാ പറഞ്ഞത്. ഇപ്പൊ വിളിച്ചിട്ട് സച്ചി ആണെന്നുണ്ടെങ്കിൽ ഫോണും എടുക്കുന്നില്ല, എന്തായി എന്നുള്ള കാര്യം അറിയില്ല. അതെന്താ തങ്കോ വൈരറ്റാണോ ആരെങ്കിലും എടുത്തോണ്ട് പോവാൻ വേണ്ടിയിട്ട്? അവൻ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. ഇന്നലെ രാത്രി മൊത്തം അവർക്ക് ഇരുന്നിട്ട് ആ മാല മൊത്തം കെട്ടി തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവര് ഒപ്പിക്കുകയാണ്. ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് നിന്നെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ, ഞാൻ തന്നെ ടെൻഷനാണുള്ളത്, അതുകൊണ്ട് വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾക്കണ്ട. അപ്പോഴേക്ക് സച്ചി രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് സച്ചി കയറി വരുന്നത്. വാ സച്ചി, മാല കടത്തിക്കൊണ്ട് പോയ വണ്ടി കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോ അതെല്ലാം അച്ഛ കണ്ടുപിടിച്ചു, ഭദ്രമായിട്ട് ഡെലിവറി കൊടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ വലിയ ഡെലിവറി എന്നൊക്കെ പറയുമ്പോഴേക്കും പിന്നെ വലിയ ലോറിയല്ലേ പോയിട്ട് ഡെലിവറി ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാനല്ലേ നിങ്ങൾ പോകുന്നത്, വേറെ അല്ലാണ്ട് നിങ്ങൾ എന്ത് പറയാനാ? അവളുടെ കാര്യം വിടരാ, അവൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും ഒരു വിധത്തിൽ അച്ഛ രക്ഷപ്പെട്ടു. ആ വണ്ടി കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ. എന്തായാലും വണ്ടി കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോ കിട്ടിയ അച്ഛ വണ്ടി പാതി വഴിയിൽ വെച്ച് തന്നെ ഞങ്ങൾ തടഞ്ഞു നിർത്തി പിടിച്ചു. മാലയൊക്കെ കൊടുത്ത് കല്യാണം എല്ലാം കഴിഞ്ഞു, ഞങ്ങൾക്ക് കിട്ടേണ്ട പണവും കിട്ടി, 5000 രൂപ ഞങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയെന്ന് പറയാണേ. സച്ചിയാണെങ്കിൽ കയ്യിലുള്ള പണം രവിക്ക് നേരെ നീട്ടാണ്. ആ സമയത്ത് രേവതി പറയുന്നുണ്ട് വാങ്ങിക്കോ അച്ഛ എന്ന്. എനിക്ക് എന്തിനാ പണം തരുന്നത്? നിങ്ങൾ അധ്വാനിച്ച പണം എന്നുള്ള കാര്യം പറയുമ്പോ ആദ്യമായിട്ടാണ് അച്ഛ ഞങ്ങൾ ഇത്രയും സമ്പാദിക്കുന്നത്, അച്ഛന്റെ കൈ കൊണ്ട് വാങ്ങിയിട്ട് ഞങ്ങൾ ആശീർവദിക്കണം. അപ്പോഴേക്ക് ചന്ദ്രയുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പണം സച്ചി രവിയുടെ കയ്യിൽ കൊടുത്തിട്ട് രണ്ടുപേരും ആശീർവാദം മേടിക്കുന്നുണ്ട്. നന്നായിട്ട് വരും, ഇതുപോലെ തന്നെ ഒരുപാട് സമ്പാദിച്ച് നിങ്ങൾ മുന്നോട്ട് വരും. എന്നിട്ട് തിരികെ രവി പണം കൊടുക്കുമ്പോ സച്ചി പറയുന്നുണ്ട് അച്ഛന്റെ കൈ തന്നെ വെച്ചോ, രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് നിങ്ങൾ സമ്പാദിച്ചതാണ്, എല്ലാം കൊടുത്തു തീർത്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കാൻ വേണ്ടി പറയുമ്പോ ഓണർ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറയാണ് സച്ചി. അങ്ങനെ രവി രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. രേവതി അത് മേടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് അത്ര ദഹിക്കുന്നില്ല കേട്ടോ. പണമാണല്ലോ
ആണല്ലോ കയ്യിൽ ഇരിക്കുന്നത്. എന്തായാലും കെട്ട് കണ്ടിട്ട് കുറച്ച് ലക്ഷങ്ങളുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കയ്യിലെത്തേണ്ട പണം നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തി, സന്തോഷം എന്ന് പറയണ രവി. അത് കഴിഞ്ഞ് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാണ് പെട്ടെന്ന് വണ്ടി കടത്തിക്കൊണ്ട് പോയെന്നുള്ള കാര്യം. ഇപ്പൊ അച്ഛാ പണ്ടത്തെ പോലെയൊന്നുമല്ല, സ്വർണവും മരവും അതും ഇതൊക്കെ കടത്തുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പൂവാണ് കടത്തിക്കൊണ്ട് പോയത്. എന്തിനാന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അത് വെച്ചാ അത് കക്ഷികൾക്കിടയിലുള്ള അടിയാണെന്ന് പറയണേ. ഈ കക്ഷികളുടെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മറുകക്ഷികള് വണ്ടി എടുത്തോണ്ട് പോയതാന്ന് പറയണേ. അവനെ പിടിച്ചു, പക്ഷേ രക്ഷപ്പെട്ടു പോയി അവൻ. പക്ഷെ എന്താണെങ്കിലും വെച്ചാ മാല കിട്ടി. ഇട്ടേക്ക് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് ഇനി ഓർഡർ എടുക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് ആലോചിക്കണം എന്ന് പറയണേ. അതൊക്കെ വെച്ചാൽ നോക്കിക്കോളാം. രേവതി, നീ ചെന്നിട്ട് പൂ മേടിച്ചതിന് കാശൊക്കെ കൊടുത്തേക്ക്. ഞാൻ ട്രിപ്പിന് പോയിട്ട് വരാന്ന് പറഞ്ഞ് പോകുമ്പോ സച്ചിയെ പിടിച്ചു നിർത്താനുണ്ട് രവി. ഇന്നലെ നൈറ്റ് തന്നെ നീ നന്നായിട്ട് ഉറങ്ങിയില്ലല്ലോ, അതിന്റെ ഇടയ്ക്ക് ട്രിപ്പിന് പോവാന്ന് ചോദിക്കുമ്പോ അച്ഛാ ഒരു ട്രിപ്പിന് ഞാൻ വരാന്നുള്ള കാര്യം പറഞ്ഞു, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണേ. രേവതിയുടെ അടുത്ത് യാത്രയും പറഞ്ഞ് അങ്ങനെ ഇവർക്കിടയിൽ സംസാരമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ചന്ദ്രമതി ഇതൊക്കെ കേട്ടിട്ട് ആ പണത്തിന്റെ മേലെയാണ് കണ്ണ് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. പക്ഷെ രേവതി ആ പണം കൊണ്ടുപോയിട്ട് റൂമിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ശ്രുതി റെഡി ആയിട്ട് വരുന്നത്. എന്താ ശ്രുതി ഇന്ന് ലേറ്റ് ആയത്? അത് ആന്റി ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇവറ്റിങ്ങള് മാല കെട്ടിയത് കൊണ്ട് ബാക്കിയുള്ളവരുടെ ഉറക്കം പോയി. അങ്ങനെ രേവതി അവിടെ നിന്നുള്ള കാര്യം മനസ്സിലാവാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ശ്രുതി, എന്തായാലും നിന്നെ പോലെ എനിക്ക് ആരും മര്യാദ ഈ വീട്ടിൽ തരുന്നില്ല. എന്താ ആന്റി അങ്ങനെ പറയുന്നതെന്ന് ശ്രുതി. ഇപ്പൊ നീ കട വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ അല്ല ആന്റി എന്താ പെട്ടിക്കട വെച്ചതുപോലെ പറയുന്നത്? അത് പാർലർ അല്ലേ? അതെ അതെ, ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്ന പേരും വെച്ചിട്ട് നീ വലിയതായിട്ട് നടത്തുവല്ലേ. നീയും നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്, എന്നാൽ മൊത്തം നീ വെക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് തരുന്നുണ്ട്. ഇതാണ് നീ എനിക്ക് തരുന്ന മര്യാദ. മൂത്തവരെ എങ്ങനെയാണ് മതിക്കേണ്ടതെന്നുള്ള കാര്യം നിനക്കറിയാം. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഇതിലെന്താ ആന്റി ഉള്ളത്? എന്റെ അമ്മയ്ക്ക് ചെയ്യുന്നത് പോലെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ആന്റിക്ക് ചെയ്യുന്നു. അതെ, ഇതാണ് നല്ല ഗുണം എന്ന് പറയുന്നത്. ഇപ്പൊ രേവതിയുടെ കയ്യിൽ നിന്ന് ആ പണം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണല്ലോ, അതിലുള്ള അഭ്യാസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം രേവതി അവിടെ കേട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ചന്ദ്രമതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ, എന്റെ പേരിൽ കട നടത്തുന്നു, അതും എന്റെ വീടിന്റെ മുന്നില്. പക്ഷെ എന്ത് പ്രയോജനമുള്ളത്? മരുന്നിന് പോലും പണം വേണോന്നുള്ള കാര്യം ചോദിക്കില്ല. നന്നായിട്ട് സമ്പാദിച്ചിട്ട് എല്ലാം തന്റെ വയറ്റിലേക്ക് കൊട്ടുന്നു എന്നൊക്കെ പറയാണ്. അതേസമയം രേവതിയാണെന്നുണ്ടെങ്കിൽ നടന്ന് റൂമിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. രേവതി പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി ചന്ദ്രപതിയുടെ അടുത്ത് ചോദിക്കുകയാണേ, അല്ല ആന്റി എനിക്കൊരു സംശയം. എന്താന്ന് ചോദിക്കുന്നത് ചന്ദ്രപതി. ഇത്രയും നേരം രേവതിയെ കുറിച്ചിട്ടല്ലേ ആന്റി പറഞ്ഞുകൊണ്ടിരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതുപോലെ നിനക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? അല്ല, ചുമ്മാ കൺഫേം ചെയ്താണ് ആന്റി. ആന്റി പറയുന്നത് കേട്ട ഉടനെ തന്നെ രേവതി ഉള്ളിലേക്ക് പോയല്ലോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മറുപടി തരണമെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയതായിരിക്കും. ഒരുപക്ഷെ ആന്റിക്ക് തരാൻ വേണ്ടിയിട്ട് പണം എടുക്കാൻ വേണ്ടി പോയതായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അപ്പോഴേക്കും ചന്ദ്രപതിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റൂമിന്റെ അവിടേക്ക് ചെന്നിങ്ങനെ ഏന്തി നോക്കുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ ലോക്കറിനകത്ത് നിന്ന് പണം എടുത്ത് പേഴ്സിനകത്ത് വെക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ആന്റി ഇതാ പണം എടുക്കുന്നുണ്ട്, പേഴ്സിനകത്ത് വെക്കുന്നുണ്ട്, പണം എടുത്ത് എണ്ണുന്നുണ്ടെന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ സത്യമാണോ എന്ന് ചോദിക്കണം ചന്ദ്ര. ആണ് ആന്റി, എല്ലാം 500 രൂപയുടെ നോട്ടാണ്. അങ്ങനെ രേവതി പുറത്തേക്ക് ഇറങ്ങി കാണുമ്പോഴേക്കും ആന്റി ഇത് അവള് വരുന്നുണ്ടെന്ന് പറയണേ. ഓഹോ അങ്ങനെയാണോ? ആ ക്രീം ഇട്ട് കഴിഞ്ഞാല് അങ്ങനെ പളപളാന്ന് വെളുക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് രേവതി വന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര കേൾക്കാത്ത മട്ടിൽ നിൽക്കുവാണേ. അപ്പോഴേക്ക് ശ്രുതി ആന്റി ഇതാ രേവതി വിളിക്കുന്നുണ്ടെന്ന് പറയണേ. ഓ നീ വിളിച്ചോ? ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ ഞാൻ വിചാരിച്ചു ആന്റി രേവതി കിച്ചണിലാണുള്ളത് എന്നുള്ള കാര്യം ശ്രുതിയും ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചത്. എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രമതി രേവതിയുടെ അടുത്ത് പണം ഇപ്പൊ കിട്ടുന്നുള്ള രീതിയിലാണ്. കിച്ചണിലെ ജോലിയെല്ലാം ഞാൻ തീർത്തു എന്ന് പറയണേ. ശരിയെന്ന് പറയുന്നുണ്ട്. സാമ്പാർ മാത്രം ഒന്ന് ഇറക്കി വെക്കണം. മുരിങ്ങക്ക സാമ്പാറല്ലേ? ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. വേറെ എന്താ കാര്യം? സാമ്പാർ തിളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് അമ്മ ഒന്ന് ഇറക്കി വെക്കണം, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് രേവതി എവിടുന്ന് പോവാണ്. ഈ പൂ കിട്ടുന്നവളുടെ അഹങ്കാരം കണ്ടില്ലേ? കുറച്ചും പൈസ കയ്യിൽ വന്നപ്പോഴേക്കും അവൾ എനിക്ക് ജോലി പറഞ്ഞിട്ട് പോകുന്നത് കണ്ടില്ലേ? ഞാൻ വിചാരിച്ചു ആന്റിക്ക് പണം തരാൻ വേണ്ടിയിട്ട് അവള് വന്നതെന്നാ വിചാരിച്ചത്. ഇവൾ എങ്ങനെ തരാനാ? ഇവൾ ഇവിടെ നിൽക്കുന്നതേ എങ്ങനെ ഇവിടുന്ന് ചുരണ്ടി എടുക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടല്ലേ? ഇവൾ എനിക്ക് കാശ് തരാൻ വേണ്ടി പോവാണെന്നൊക്കെ പറഞ്ഞ ആകെ കലിപ്പിലാണ് കേട്ടോ. കാരണം രേവതിയിൽ നിന്ന് പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അവൾ ആ പണം എടുത്ത് എണ്ണീട്ട് എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ വേറെ എങ്ങോട്ട് പോകാനാ, മൊത്തമായിട്ട് അവളുടെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറയാണ് ചന്ദ്ര. ന്യായപടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലിരുന്നിട്ട് മാല കെട്ടി എല്ലാത്തിനും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അതിനു വേണ്ടിയുള്ള ഗ്യാസ് ഒക്കെ എടുത്തത് എന്റെ വീട്ടിൽ നിന്നല്ലേ? ന്യായം നോക്കുന്ന സമയത്ത് ആ പണം എനിക്കല്ലേ തരേണ്ടത്? ഇതാണ് ഇവളുടെ ബുദ്ധി. താൻ മാത്രം നന്നായിട്ടിരിക്കണമെന്നാണ് അവളുടെ വിചാരം. അവളുടെ പണം എനിക്കെന്തിനാണ്? അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നീ പോവാൻ നോക്കെന്ന് പറയണേ ശ്രുതിയുടെ അടുത്ത്. ശരി ആന്റി ബൈ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണ്. രേവതി നേരെ അവിടുന്ന് ചെല്ലുന്നത് മഹേഷിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മഹേഷ് കാണുമ്പോൾ പറയുന്നുണ്ട്, അയ്യോ സച്ചി ഇവിടെ ഇല്ലല്ലോ, ഓട്ടോ സ്റ്റാൻഡിലാണല്ലോ ഉള്ളതെന്ന് പറയുമ്പോ
ഞാൻ സച്ചിയേട്ടനെ കാണാൻ വേണ്ടി വന്നതല്ല, നിങ്ങളെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാണേ. എന്നെ കാണാനോ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് രേവതിയുടെ അടുത്ത്. സച്ചിയേട്ടൻ സ്വന്തമായിട്ട് കാർ ഓടിച്ചുകൊണ്ടിരുന്നതായിരുന്നു. എന്റെ അനിയൻ കാരനാണ് ആ പ്രശ്നത്തിന്റെ പേരിൽ കാറ് പോയി. ഇപ്പോ വാടകയ്ക്ക് ഓട്ടോ ഓടിക്കല്ലേ, ദിവസവും വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ട് അത് കാറിന്റെ മാതിരി ഒരിക്കലും ട്രിപ്പ് വരില്ലല്ലോ ഓട്ടോയ്ക്ക്. അതും അത്രയും സമ്പാദിക്കാനും വേണ്ടി പറ്റത്തുമില്ലല്ലോ, കാരണം ലോങ് ട്രിപ്പ് ഒന്നും വരില്ലല്ലോ. ഇവിടെ അടുത്തൊക്കെ ഓട്ടോ കിട്ടിയാൽ തന്നെ 100-150 അത്രയല്ലേ കിട്ടുള്ളൂ. പെട്രോളും വാടകയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുറച്ച് കഷ്ടം തോന്നുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ കയ്യിൽ കാശുള്ളതും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതൊക്കെ സച്ചി കാരനാന്ന് കൂടെയുള്ള മറ്റൊരാൾ പറയാണ്. അവൻ ഞങ്ങളുടെ മുതലും പലിശയൊക്കെ അടിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാറ് തന്നെ പോയേനെ. ഞങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ട് ഇപ്പൊ അവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാസം ഡ്യൂ കിട്ടാനുള്ള കാശ് കുറച്ച് കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ പോലും അവൻ സമ്മതിച്ചില്ല. ഞങ്ങളുടെ ചെലവ് നോക്കാനും അത് ബാക്കി പിന്നെ എടുക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് സച്ചി പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അവരെപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരിയായിട്ട് നിൽക്കാൻ വേണ്ടി മാത്രമേ നോക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് ഒരിക്കലും സഹായം എന്ന് പറഞ്ഞിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ മഹേഷ്. സച്ചിയേട്ടന് വേണ്ടിയിട്ട് ഒരു കാറ് മേടിക്കാന്ന് വിചാരിച്ചു. എന്താ രേവതി പറയുന്നുള്ള കാര്യം ചോദിക്കുമ്പോ, എന്റെ വീട്ടില് എനിക്ക് ഒരു മര്യാദ കിട്ടാത്ത സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായി കട വെച്ച് തന്നു. എന്നിട്ട് എനിക്ക് മര്യാദ മേടിച്ചു തന്നവരാണ് സച്ചിയേട്ടൻ. സച്ചിയേട്ടന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കാറ് മേടിക്കാന്ന് വിചാരിച്ചത്. പുതിയ കാറ് മേടിക്കുക എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയുടെ മേലെയാകും. എന്നാൽ സെക്കൻഡ് ഹാൻഡ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവായിരിക്കും മഹേഷ് പറയാണ്. അതിന് വേണ്ടിയിട്ട് സച്ചി 2-3 കാറ് നോക്കി. ആണോന്ന് ചോദിക്കുകയാണ് രേവതി. അതെ, ഓട്ടോ ഓടിക്കുന്നതിന് മുമ്പ് സെക്കൻഡ്സിൽ ഒരു കാറ് മേടിക്കാൻ വേണ്ടി പറ്റുമെന്ന് നോക്കിയായിരുന്നു. അവൻ ആ കാറ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പൊ 3 ലക്ഷം ആവുമെന്ന് പറഞ്ഞു. 3 ലക്ഷം ഒറ്റയടിക്ക് കെട്ടണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട, കുറച്ച് പണം ആദ്യം കൊടുത്തിട്ട് ബാക്കി ഡ്യൂല് കെട്ടാൻ വേണ്ടിയിട്ടാണ് അവര് പറഞ്ഞത്. 50,000 രൂപയിൽ മേലെ വരും എന്നുള്ള കാര്യം പറഞ്ഞപ്പോ അവനാണ് വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പൊ കാശ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളും സഹായിക്കുക എന്നുള്ള കാര്യം കൂടുതൽ ആൾക്കാർ പറയുമ്പോ വേണ്ട, എന്റെ കയ്യില് മാല കെട്ടിയിട്ട് സമ്പാദിച്ച കുറച്ച് കാശുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാറ് തന്നെ വിറ്റവനാണ് സച്ചി, അവന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ. ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഇപ്പൊ ഈ കാര്യത്തെ കുറിച്ച് സച്ചേട്ടൻ്റെ അടുത്ത് പറയണ്ട, കാറ് മേടിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, ഓ സർപ്രൈസ് കൊടുക്കാനല്ലേ സച്ചിക്ക് എന്നുള്ള കാര്യം കൂടെയുള്ള വേറൊരാൾ ചോദിക്കുകയാണ്. അതേന്ന് ചിരിച്ചുകൊണ്ട് രേവതി പറയുന്നുണ്ട്, അതെ, എൻ്റെ അടുത്ത് ഒന്നും പറയാതെ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് കട വെച്ച് തന്നതല്ലേ, അതുപോലെ തന്നെ ഒരു ദിവസം പറയാതെ സച്ചിയേട്ടൻ്റെ മുമ്പിൽ കാറ് കൊണ്ടുപോയി നിർത്തണം. ഒരു കാർ ഷോറൂമിനെ കുറിച്ച് പറഞ്ഞില്ലേ, അവിടെ പോയി നോക്കിയാലോന്ന് ഉള്ള കാര്യം ചോദിക്കുമ്പോൾ ആ നോക്കാം, സച്ചി അറിയാതെ നോക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ബാക്കിയുള്ളവരുടെ അടുത്ത് മഹേഷ് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ ആ ഷോറൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടെ ഉള്ളവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ദിവസം വന്നിട്ട് ഒരു കാറ് നോക്കിയിട്ടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് ചെറിയ റിപ്പയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചതേ ഉള്ളൂ. ചേട്ടാ, ആ കാറ് ആർക്കും കൊടുക്കരുതെന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെ. അത് മഹേഷിന് വേണ്ടിയിട്ടല്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ടാണെന്ന് കൂടെ വന്ന വേറൊരാളും കൂടി പറയുന്നുണ്ട്. ഉള്ള കാറ് തന്നെ ശരിക്കും ഓടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, എന്നിട്ടല്ലേ വേറെ കാറെന്ന് മഹേഷ്. പിന്നെ ആരെ കാറ് മേടിക്കാൻ വേണ്ടി പോകുന്നു ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി തന്നെ. അവനെന്തോ കാറ് നോക്കിയിട്ട് കാശ് കുറവായെന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞു പോയതല്ലേ, ഇപ്പൊ വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. ഇവരാണ് സച്ചിയുടെ വൈഫ്. സച്ചി വന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, സച്ചിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊടുക്കാനാണ് അവർ വിചാരിക്കുന്നതെന്ന് പറയാണ്. കാറ് കാണാൻ വേണ്ടി പറ്റുമെന്ന് രേവതി ചോദിക്കുമ്പോൾ മഹേഷെ കൊണ്ടുപോയി കാണിക്കുന്നു പറയാണേ. അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ വണ്ടി പോയി നോക്കുന്നുണ്ട് കേട്ടോ. രേവതിയും മഹേഷും കൂടി ചേർന്ന് അങ്ങനെ കാറ് നോക്കിയിട്ട് ആകെ 2 വർഷമായിട്ടുള്ള ഓണർ മേടിച്ചിട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് നല്ല കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാർ ഇഷ്ടപ്പെട്ടെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്. എത്രയാവും ഇതിന്റെ പ്രൈസ് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ സെക്കൻഡ്സ് ആയതുകൊണ്ട് 3 ലക്ഷത്തിൽ നമുക്ക് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ 3 ലക്ഷം എന്ന് ചോദിക്കുകയാണ് രേവതി. അത്രയും രൂപ എനിക്ക് കെട്ടാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ മൊത്തം തുക ഇപ്പൊ കെട്ടണ്ട, ഒരു 80,000 കെട്ടിയിട്ട് ബാക്കി ഇൻസ്റ്റാൾമെന്റ് ആക്കാന്നാ പറയുന്നത്. പണം റെഡിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാന്ന് രേവതി പറയുമ്പോൾ വേറൊരു പാർട്ടി ചോദിച്ചിട്ടുണ്ടെന്ന് പറയാണേ. അയ്യോ, വേറെ ആർക്കും കൊടുക്കരുത്, പണം റെഡിയാക്കിയിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, പൂ കെട്ടിയിട്ട് ബാക്കി എല്ലാ ചെലവും കഴിഞ്ഞതിന് ശേഷം ഒരു 50,000 രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് പോരല്ലോ എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോൾ പിന്നെ ബാക്കി ഞാൻ പൂവൊക്കെ കെട്ടിയിട്ട് കുറച്ച് ചേർത്ത് വെച്ച പൈസ ഒരു 10,000 രൂപ ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോഴും 60,000 അല്ലേ ആവുള്ളൂ, ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കിക്കോളാം. എന്തായാലും ഈ കാർ സച്ചേട്ടന് മേടിച്ചു കൊടുക്കണമെന്ന് രേവതി പറയുമ്പോൾ മഹേഷിന്റെ കൂടെ വന്ന ആള് പറയുന്നുണ്ട് കേട്ടോ, ബാക്കി പെൺപിള്ളേരാണെന്നുണ്ടെങ്കിൽ സ്വർണം മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്നൊക്കെയാണ് ചിന്തിക്കുക.
നീ സച്ചിക്ക് വേണ്ടിയിട്ട് കാറ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചില്ലേ? സച്ചി ശരിക്കും ഭാഗ്യവാനാണെന്ന് പറയാണേ. ശരി, ഞാൻ കാശ് റെഡിയാക്കിയിട്ട് നിങ്ങനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. അങ്ങനെ രേവതി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് ദേവുവിനെ കാണുന്നുണ്ട്. ചേച്ചി വീട്ടിലേക്കാണോ പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനിവിടെ ഒരു കാർ ഷോറൂമിൽ പോയതായിരുന്നു. എന്താ പുതിയ കാറ് മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ സച്ചേട്ടൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചേട്ടന് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്, സച്ചേട്ടന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്താ ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, ഇത്രയും നാൾ കാർ ഓടിച്ചുകൊണ്ടിരുന്ന സച്ചേട്ടൻ ഇപ്പോൾ ഓട്ടോ ഓടിക്കല്ലേ, ഒരർത്ഥത്തില് അതിൽ ശരത്തിനും പങ്കുണ്ടല്ലോ. അവൻ എങ്ങനെ ചേച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശരത്ത് കാരണമാണല്ലോ ആന്റണിയുമായിട്ട് സച്ചേട്ടന് പ്രശ്നം ഉണ്ടായത്. കാറ് അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് സച്ചേട്ടൻ വിറ്റു എന്ന് പറയാണ്. എത്ര നാളെന്ന് വെച്ചിട്ടാണ് സച്ചേട്ടൻ ഓട്ടോ ഓടിക്കുന്നത്, അതുകൊണ്ട് കാറൊന്ന് മേടിക്കാന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് വന്നതാ. എന്നിട്ട് ചേച്ചി കാറ് കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഒരു കാറ് കണ്ടിട്ട് ഓക്കെ ആയിട്ടുണ്ട്, മൊത്തം 3 ലക്ഷം രൂപ ആവുന്ന പറഞ്ഞത്. പക്ഷെ ആദ്യം 80,000 രൂപ കെട്ടണം. ആദ്യം 80,000 കെട്ടിക്കഴിഞ്ഞാൽ ബാക്കി മാസം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കെട്ടിയാൽ മതി എന്നാ പറഞ്ഞത്. എന്തായാലും എന്റെ കയ്യിലുള്ളതും അതുപോലെ തന്നെ സച്ചിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് കുറച്ച് പൈസ തന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 60,000 രൂപയുണ്ട്. ഇനി 20,000 രൂപയും കൂടി വേണം. നമ്മുടെ ആ വട്ടിപ്പലിശക്കാരൻ പൈസ തരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി, അയാളിപ്പോൾ നാട്ടിലില്ല, പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ കുറച്ച് പണം കൊടുക്കാനുള്ളത് കൊണ്ട് തരും എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും നാളത്തേക്ക് പണം റെഡിയാക്കണം, അല്ലെങ്കിൽ ആ കാറ് വേറെ ആർക്കെങ്കിലും അവർ കൊടുക്കും. അങ്ങനെ ദേവു പറയുന്നുണ്ട് വേറൊരു പലിശക്കാരനെ കുറിച്ചിട്ട്, അയാള് കൊള്ളപ്പലിശയില്ല, ന്യായമായ പലിശയ്ക്ക് തന്നെയാണ് ചേച്ചി എന്തായാലും പലിശയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാവരും അവരുടെ കയ്യിൽ നിന്നാണ് പണം മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ പോയി കണ്ടാലോന്ന് രേവതി ചോദിക്കുമ്പോൾ ചേച്ചി അത് വേണ്ട, എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് എന്തായാലും ചേച്ചിയുടെ കട കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ അയാളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് ചേച്ചിയുടെ കടയിലേക്ക് ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞുവിടാം, ചേച്ചി അവിടുന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയാണ് കേട്ടോ. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്നൊക്കെ ദേവിൻ്റെ അടുത്ത് പറയുമ്പോൾ അതൊക്കെ ചേച്ചി കിട്ടുമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് ഞാൻ അയാളെ അങ്ങോട്ട് പറഞ്ഞുവിടാന്ന് പറഞ്ഞ് ദേവ്